ആ പോയല്ല, ഞാൻ മുകളിൽ കയറിയിട്ട് അങ്ങോട്ട് ചാടായിരുന്നു. ഗൈസ് എന്നെ കടിച്ചു ഗൈസ്. ഗുഹ ഒരു കല്ലെടുത്തെറിഞ്ഞു നോക്കാം. അയ്യോ ജീവനുണ്ട്. നമ്മളിന്നൊരു അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ പേര് വാഴവെന്നുള്ള വെള്ളച്ചാട്ടം. ഇത് ട്രിവാൻഡ്രത്താണ് ഉള്ളത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. ഇതിനകത്ത് കയറി ഫോറസ്റ്റുകാർ പെർമിഷൻ എടുത്തിട്ട് നമുക്ക് പോകാനായിട്ട്. ഒരാൾ നമ്മുടെ കൂടെ വരും. കുറേ ദൂരം നടക്കാനൊക്കെ ഉണ്ട്. കണ്ടോ ആ ബോർഡ് കണ്ടോ, വെൽക്കം ടു വാഴവെന്നുള്ള വെള്ളച്ചാട്ടം, അല്ല വാട്ടർഫോൾസ്. എന്തായാലും നമ്മൾ കയറി വരുമ്പം ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവിടെ പോയി നമുക്ക് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ അങ്ങോട്ട് പോകാനുള്ളത്. എന്തായാലും ആ പേപ്പറൊക്കെ ഫില്ലാക്കിയിട്ട് നമ്മൾ 3 വണ്ടിയിലാണ് വന്നത്. അതെടുത്തുകൊണ്ട് അങ്ങോട്ട് പോകണം. കുറച്ച് ദൂരം പോയിട്ട് പിന്നെ ബാക്കി നടന്നു പോകാനുണ്ട്. ഈ നമ്മൾ താഴോട്ട് പോവാണ്. ഇതാ ഇവിടുന്ന് കുറച്ച് ദൂരം വണ്ടി പോവും. 800 മീറ്റർ വണ്ടി പോകുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നടക്കേണ്ടി വരും ഗൈസ്. അപ്പോൾ ഇവിടം വരെയാണ് വണ്ടി വരുന്നത്. നമ്മളിതാ വണ്ടി ഉണ്ടെന്ന് അവിടെ പാർക്ക് ചെയ്തു. ഇനി ഇതിലേക്കൂടെ നടന്നു പോകണം. 2.5 കിലോമീറ്റർ അടക്കമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി നടന്നു തുടങ്ങി. ഇനി 2.5 കിലോമീറ്റർ അടക്കാനുണ്ട്. ഫസ്റ്റ് ഇതാ ടിക്കറ്റ് കാണിച്ചു. ഇവിടുന്ന് കയറി പോന്നെ. പ്ലാസ്റ്റിക് ഫ്രീ സൊസൈറ്റി. പ്ലാസ്റ്റിക് കുപ്പി കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ 500 രൂപ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത കുപ്പി തിരിച്ചുകൊണ്ടെന്ന് കാണിച്ചാലേ തിരിച്ച് 500 രൂപ കിട്ടത്തുള്ളൂ. അല്ല 2 കുപ്പിയുണ്ട്. എൻ്റെ കുപ്പിയുണ്ട്, ചേട്ടൻ്റെ കുപ്പിയുണ്ട്. അപ്പോൾ തിരിച്ചുകൊണ്ടെന്ന് കാണിക്കുമ്പോൾ തിരിച്ച് 500 രൂപ കിട്ടും. കോഷൻ ഡെപ്പോസിറ്റ് 200 അടയ്ക്കാനാണ് പറഞ്ഞത്. പക്ഷേ 500 ഉള്ളു കയ്യിൽ. അതുകൊണ്ട് 500 കൊടുത്ത്. ആ സ്ലിപ്പ് ബാഗ് വെച്ചിട്ടില്ലേ? 500 രൂപ വിലയുള്ള സ്ലിപ്പാണ്. ആ ഒരു സ്ലിപ്പും പിന്നെ 2 കുപ്പിയും കാണിച്ചാലേ അത് തിരിച്ചു കിട്ടു. 500 രൂപ. ബിഹൈൻഡ് ദ സീൻസ് നടന്നിരുന്നെടുക്കാനോ? ആ നടന്നോ. സീൻ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് ദ റീൽ. ഓ കുഴിയുണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നേരെ കുഴിയാ. ക്യാമറ നോക്കി നടന്ന് കുഴി പോവാതെ നോക്കണം. ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ നിന്നതാ, അവരങ്ങ് മുമ്പിലെത്തി. ഇനി ഓടിച്ചിട്ട് പിടിക്കണം. ഓ ശേ, കിട്ടി കണ്ടുപിടിച്ച്. ലുക്ക് വിത്ത് ഓപ്പൺ ഐസ് ആൻഡ് യു വിൽ സീ ദ ബ്യൂട്ടി ഓഫ് വാട്ടർഫോൾ. കണ്ണടച്ച് നോക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു. പുള്ളി ചെതല വിളിച്ചേ ഒരു പോയിസൺ ഡെവിൾ ട്രീയാ. ശരിയാ, മൊത്തം പോയിസൺ ആയിരിക്കും. കാലപ്പഴക്കം കൊണ്ട് അഴുക്കായി. പിന്നെ അവർ മുമ്പിലായി ഗൈസ്. ചളി അടിക്കാൻ നിന്നിട്ട് ബാക്കിലായി. അവർ മറ്റേ സ്പീക്കറിൽ പാട്ടിട്ടുണ്ടാവും പോകുന്നത്. ആ പാട്ട് കേട്ടാൽ യൂട്യൂബ് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് അവരോട് പോകാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, അവർ പാട്ടൊക്കെ ഇട്ട് ആസ്വദിച്ച് പോട്ടെ. നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് ആസ്വദിച്ച് പുറകെ പോവാം. കൂടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഡെൽബർജിയ ലങ്ക് എന്തായാലും എന്ത് പ്രത്യേകതമാരുവാ. ഓ ഇലയില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അമ്മേ കുഴി. അയ്യോ അവരൊന്നും കാണാനില്ലല്ലോ. ഒരുപാട് ഫ്രണ്ടിലായെന്ന് തോന്നുന്നു ഗൈസ്. ചെറുതായിട്ട് ഓടിപ്പോവാം നമുക്ക്. ഇല്ല ദൂവ പോകുന്നു. കാണാൻ പറ്റുന്നുണ്ട്. ആ ഭാഗം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആക്ച്വലി എല്ലാ ഭാഗവും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ സ്പെസിഫിക്കലി ഭയങ്കര രസപ്പെട്ട സ്ഥലം ഞാൻ ഈ എടുത്തു പറയുന്നത്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാവേ. ചിലപ്പോൾ നല്ല വ്യൂ ആയിരിക്കും. അടിപൊളി ഗായ്സ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അന്യായ വ്യൂ ആണ്. ഞാൻ അവർ കൂടെ പോട്ടെ. തെന്നി വീഴാതിരുന്നാൽ മതി. ഓ ഷിറ്റ്, അവരൊരുപാട് ഫ്രണ്ടിലായി. ഓടിച്ചിട്ട് പിടിക്കണം.
മേളിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് എന്താ ഇങ്ങനെ അങ്ങോട്ട് വന്നു. ഇവിടെ നിന്നുള്ള നമ്മൾ നേരത്തെ അവിടെ കണ്ടത് വ്യൂ ഉണ്ടോ? ഓ, ഇവിടെ ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്തൊന്നും ഇല്ല. കാരണം വേസ്റ്റ് അങ്ങനെ കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. റിമെമ്പർ ആനിമൽസ് ഹാവ് ദ റൈറ്റ് ഓഫ് വേ ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് യു ആർ ഓൺലി വിസിറ്റേഴ്സ്. അത് ശരിയാ ഗൈസ്. അവിടെ കുറച്ച് വലിഞ്ഞേറാനുണ്ട് കേട്ടോ. അതുണ്ടോ, കുത്തനൊരു സ്റ്റെപ്പുണ്ട്. അവർ കയറുന്ന ഞാൻ കാണിച്ചു തരാം. അടിപൊളിയല്ലേ? അയ്യോ, നമ്മുടെ മേളിലെത്തി ഗൈസ്. പാലം ഇതില്ലായിരുന്നെങ്കിൽ ചാടി കിടക്കായിരുന്നു. പക്ഷേ പാലമുണ്ട്. ഇതെന്തിനും ഇവിടെ ഒരു പാലം? ഓ, ചെറിയ വിടവാട്ടോ. ഈ പാലം ഇല്ലെങ്കിലേ ചിലപ്പോൾ ഇതേ കൂടെ തെന്നി ആ പാറയിടുക്കി വീഴും. നല്ല ഗ്യാപ്പാ. ഇടയ്ക്ക് വീണാൽ നല്ല പണി കിട്ടും. അത് നോക്ക്, നല്ല രസമില്ലേ? നല്ല ബലമുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനൊന്നും പോകത്തില്ല. ഇതെന്തോ ചെടിയായത്? റോസ് വുഡ്. ഈട്ടി. ഇതാണ് റോസ് വുഡ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചില മരത്തിൻ്റെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ ഒന്നുമില്ല, വളരെ ചുരുക്കം ചിലതിൻ്റെ മാത്രം. ഇതാ ഒരു പാമ്പ് കണ്ട. ഇതെന്തോ പാമ്പാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ പാമ്പാണ്. അത് അനങ്ങാതെ കിടക്കുവാ. ഉറങ്ങുവാന്നോ ചത്ത് കിടക്കുവാന്നോ എന്തുവാന്നോ അവരൊന്നും കണ്ടതും ഇല്ലയോന്നാ. ഇതോ പോന്ന്, ഞാനിപ്പോൾ കണ്ടതാ. ഇതോ അവരെങ്ങ് എത്തി കണ്ടോ? ചത്ത് കിടക്കുവാന്നോ? ഒരു കല്ലെടുത്തെറിഞ്ഞു നോക്കാം. അയ്യോ, ജീവനുണ്ട്. അയ്യോ, പക്ഷെ അതിന് ജീവനുണ്ടായിരുന്നു. കുന്തം തറയെ നോക്കി നടക്കട്ടെ. ഇനി ഉണ്ടെങ്കിലോ? ഞാൻ പിന്നെ അധികം ക്യാമറയിലോട്ട് നോക്കുന്നൊന്നുമില്ല, ക്യാമറ പിടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ആനപ്പിണ്ടം കുന്തം. ഇനി ആനയുണ്ടോ? എന്നാലും ആന പാമ്പിൻ്റെ അത്രയും കുഴപ്പമില്ല കേട്ടോ. ഒരു രീതിക്ക് ഇച്ചിരി വലുതല്ലേ, മാറി പോയാൽ മതിയല്ലോ. പാമ്പിനെ നമ്മൾ കാണത്തില്ല, അതാണ് ഈ പ്രശ്നം. ഒരു മരം മുറിഞ്ഞ് കിടക്കുന്ന നോക്കിയാൽ വലിയൊരു മരം. എന്ത് വലുതാ! ഓ, ഈ സ്ഥല സീനല്ലേ? ഗുഹ. ഓ, ഇത് ശരിക്കും ഗുഹയാകണ്ട. ഇവിടെ കയറിയിരുന്ന നനയത്തെയൊന്നുമില്ല. ഇവിടെ ഒട്ടും നനവില്ല അകത്തൊന്നും. ബാക്കി മൊത്തം നനഞ്ഞ് കിടക്കുമല്ലേ. പക്ഷെ മറ്റേ ചോര പിടിക്കുന്ന അട്ടയില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതുവരെ ആരെയും കടിച്ചില്ല. ആ, മറ്റേ മരം കണ്ടോ? ഓ, ഇതിൽ കൂടെ നടന്ന് ക്രോസ് ചെയ്യാമല്ലോ വേണമെങ്കിൽ. സെറ്റില്ലേ? അതിന് മുകളിൽ കയറിയിട്ട് നമ്മൾ ചാടായിരുന്നു. ചെറിയ അട്ടയോ? അയ്യോ, മറ്റേ അട്ടയുണ്ട്. ചോര പിടിക്കുന്ന അട്ടയുണ്ട്. ഇത് എത്താറായില്ല, ഇത് കുറേ ആയല്ലോ. എൻ്റെ കാലിലെങ്ങനെ ഉണ്ടോ നോക്കട്ടെ. റെഡ് സിൽക്ക് കോട്ടൺ ട്രീ. എൻ്റെ അമ്മേ, അയ്യോ, ഇത്ര വലിയ മരവും. ഓ, ഇത് കണ്ടോ വരഞ്ഞിരിക്കുന്നേ? ആന ചവിട്ടിയെന്നാ പുള്ളി പറയുന്നത്. ഇതൊക്കെ അകത്തൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി. ഓ, നല്ല രസമില്ലേ? ഇങ്ങനെ താഴോട്ട് പോയി മറ്റേ അരുവീശം ചേരുന്നുണ്ട്. ഇതുണ്ട്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ല, കുറേ നാൾ മുമ്പ്. അതൊരു 2 വർഷം മുന്നെയാണ്. അതുണ്ടോ അവിടെ ഒരു പൊത്തൊക്കെ ഉണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം അവിടെ പോയി കൈ പിടിക്കാൻ നേരം, കൈ ഇങ്ങനെ വെക്കാൻ നേരം അവിടെ അണലി ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് കൈ വെച്ചില്ല, അല്ലെങ്കിൽ ഇപ്പം ചത്ത വിടുന്നേനെ. ഇപ്പോഴല്ല പണ്ട്. സീനല്ലേ? കാട്ടിനകത്തുനിന്ന് വെള്ളം വരുന്നുണ്ടോ? ഇങ്ങനെ വന്ന് എനിക്ക് തോന്നുന്നു അങ്ങ് മേളിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പാറയെ തെന്നി വീഴാതെ നോക്കണം. നമ്മൾ എത്താറായെന്നാണ് തോന്നുന്നേ.
എനിക്ക് തോന്നുന്നു ആ കാണുന്ന വെള്ളച്ചാട്ടം ഒന്ന് അല്ലേ. എത്തി നമ്മുടെ സ്ഥലത്തെത്തി. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. നോക്ക്, ഏതാ വ്യൂ അല്ലേ. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കയറിൻ്റെ അപ്പുറം, ആ കാണുന്ന കയറിൻ്റെ അപ്പുറം, ഇതോ മറ്റേ കയറിൻ്റെ ഇപ്പുറം, ആ നടുക്ക് ഭാഗത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നേ. കണ്ടോ, ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് അവിടെ ഇറങ്ങാൻ പറ്റുന്നേ. നമുക്ക് എന്തായാലും ഉടുപ്പൊക്കെ ഊരിയിട്ട് പോയി ഇറങ്ങാം. ഇതാണ് താഴോട്ടുള്ള വ്യൂ. അങ്ങോട്ടാ വെള്ളം ഒഴുകി പോകുന്നത്. മേളീന്ന് വെള്ളം വരുന്നയാ ഗൈസ്. ആ സൈഡിന് അട്ട അടിച്ചു, ഒരട്ട. ഇനി ആരുടെയൊക്കെ അട്ട ഉണ്ടോ എന്തോ. സാനിറ്റൈസർ അടിച്ച് ഇളകി പോവോ? സാനിറ്റൈസർ അടിച്ച് ഇളകി പോവോ? ആ ഓക്കെ. അടിക്ക്. ആ പോയല്ല. ഓ ചോര വരുന്നു. എന്നെ കടിച്ചിട്ടുണ്ടോ എന്തോ, ദൂരി നോക്കേണ്ടി വരും ഗൈസ്. എന്നെ കടിച്ചു ഗൈസ്, അട്ട കടിച്ചു ഗൈസ്. ആ ഇളകിപ്പോയി. അവിടെ തട്ടിയിടല്ലേ. ആ ദാ കിടക്കുന്നു. അങ്ങനെ എന്നെ കടിച്ചിരിക്കുന്നു. ഇതാ ചോര പോകുന്നുണ്ടോ, ചവിട്ടി പിടുത്താലേ. ഇത് ചവിട്ടിയിട്ട് ചാവുന്നില്ലല്ലോ. ഞാൻ കൊന്ന്. ഇതാ ഇവിടെ മൊത്തം ചോരയായി ഉണ്ടോ. കൈ കടിച്ചു ഗൈസ്. ഒന്ന് കാണിച്ചത്. ഇളക്കിയാൻ കള. ഇപ്പൊ തെന്നി വീഴും. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. എനിക്ക് പണ്ടിറങ്ങിയ ഓർമ്മയുണ്ട്. ഇവിടെ നല്ല ആഴമല്ലേ. ആ ഭാഗത്ത് അത്ര നല്ല ആഴമുണ്ട്, ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. ഗൈസ് നമ്മൾ വെള്ളത്തിലിറങ്ങി. ഭയങ്കര തണുപ്പ്, വെള്ളത്തിന് ഐസ് പോലെ തണുപ്പ്. തണുത്തിട്ട് പിന്നെ എൻ്റെ കാലിൽ നിന്ന് ഇപ്പോഴും ചോര വരുന്നേ ഉള്ളൂ. കണ്ടോ, മറ്റേ അട്ട അടിച്ചതിൻ്റെ ഇതാ ഇതിപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. പിന്നെ നിൽക്കാൻ പറ്റുന്ന പാറയേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ തണുപ്പ് ആഹാ. ഞാൻ പിന്നെ ഫോൺ എടുത്തുകൊണ്ടാണ് വെള്ളത്തിൽ ഇറങ്ങിയത്. ഒരു പ്രാവശ്യം ഇപ്പം അങ്ങോട്ട് ശരിയാക്കിയതുള്ളൂ, അടിച്ചു പോയിട്ട്. കുഴപ്പമില്ല, ഞാൻ ഫോൺ വെള്ളത്തിൽ മുക്കുന്നില്ല എന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇല്ല, മുക്കത്തില്ല, വീണു പോകാതിരുന്നാൽ മതി. ഭയങ്കര തണുപ്പാ ഗൈസ്. ഈ ആദർശേട്ടന് തണുപ്പൊന്നും ഇല്ലേ. ഇത് നീ ബട്ടർഫ്ലൈ ഒക്കെ അടിക്കുന്നു. തണുത്തിട്ട് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. തിരിച്ച് ഉടുപ്പൊക്കെ ഇട്ടു, ഫുള്ള് റെഡിയായി, ഷർട്ടൊക്കെ ഇട്ടു. നമ്മളങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുവാണ്. തിരിച്ച് നടന്ന് കുറേ നേരമായി. എതിരെ വരുന്നവരെ ഇപ്പോൾ കയറിപ്പോകുന്ന കുറേ പേരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കും എത്താറായോ എന്ന്. അതായത് ഞാനിപ്പോൾ എത്താറായി. ഞാനിപ്പോൾ തിരിച്ച് എൻട്രൻസിനോട് എത്താറായി. അപ്പോൾ ഞാൻ പറയും ഇല്ല, കുറേ ദൂരമുണ്ട്, ഇനി കുറേ കയറാനുണ്ട്. എല്ലാവരും ആ ഒരു ഇതില്ല. നമ്മളങ്ങനെ തിരിച്ച് എൻട്രൻസിലെത്തി.
സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിപൊളി സ്ഥലമാണ്. വരാൻ പറ്റുന്നത് വരാൻ നോക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായി സബ്സ്ക്രൈബ്.